നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജസ്ന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച കോടതി ഉത്തരവ് പിതാവ് ഹാജരാക്കിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം. കേജ്രിവാളിനും AAPക്കും ആശ്വാസം. 10 വർഷത്തിനിടെ അദാനിക്ക് പ്രധാനമന്ത്രി നൽകിയത് നിരവധി പദ്ധതികൾ. മോദിയുടെ വിമർശനത്തിനു പിന്നാലെ രാഹുൽ. കോൺഗ്രസ് നേതാക്കളുടെ ഹൃദയം പാകിസ്ഥാനൊപ്പം. മണിശങ്കർ അയ്യർ പാകിസ്ഥാനിൽ പോകണമെന്ന് BJP. വേനൽ മഴ, വൈദ്യുതി ഉപയോഗം കുറഞ്ഞു. ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് KSEB. പത്തനംതിട്ട വെച്ചുച്ചിറയിൽ നിന്ന് 5 വർഷം മുൻപ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മറിയ ജെയിംസിന്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിലാണ് കോടതി വിധി. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ CBI വ്യക്തമാക്കിയിരുന്നത്. ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്ന് CBI റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. CBI റിപ്പോർട്ട് തള്ളണം, തുടരന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പിതാവ് കോടതിയെ അറിയിച്ചിരുന്നു. മുദ്രവെച്ച കവറിൽ ചില തെളിവുകളും ഹാജരാക്കി. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകളുണ്ടെന്നും 6 മാസം കൂടി CBI അന്വേഷണം നടത്തണമെന്നുമാണ് ജസ്നയുടെ പിതാവ് ആവശ്യപ്പെട്ടത്. പുതിയ തെളിവുകളുണ്ടെങ്കിൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്നായിരുന്നു CBI നിലപാട്. ജസ്നയുടെ പിതാവ് ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രക്തസ്രാവം ഉണ്ടായെന്നും ഇതിന്റെ കാരണങ്ങൾ CBI പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു. വീട്ടിൽ നിന്ന് പോകുന്നതിന് തലേ ദിവസവും രക്തസ്രാവമുണ്ടായി. രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി. പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല. ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് CBI പരിശോധിച്ചില്ല. കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ 60,000 രൂപയുണ്ടായിരുന്നു. ഇത് വീട്ടുകാർ നൽകിയതല്ല. ജസ്നയുടെ കൂട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്തില്ല. ജസ്നയുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്ന് പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാം വിശദമായി പരിശോധിച്ചതാണെന്നായിരുന്നു CBI നിലപാട്. പത്തനംതിട്ട മുക്കോട്ടുതറയിൽ നിന്ന് 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതായത്. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛൻ്റെ സഹോദരയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോയ ജസ്നയെ കാണാതാകുകയായിരുന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് CBI ഏറ്റെടുത്തത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് ജൂൺ 1 വരെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കരുതെന്ന ഉപാധിയോടെയാണ് ജാമ്യം. തന്നെ അറസ്റ്റ് ചെയ്തതു തന്നെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേജ്രിവാളിന്റെ ഹർജി. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവെന്ന പരിഗണനയിൽ ജാമ്യം നൽകുകയായിരുന്നു. അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിലെ വാദം നീണ്ടുപോകുമെന്ന വിലയിരുത്തലിലാണ് ജാമ്യം. കേസിൽ കഴിഞ്ഞ മാർച്ച് 20-നാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ ജാമ്യം അനുവദിക്കുമെന്ന സൂചന നേരത്തെ കോടതി നൽകിയിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ച ഉടൻ തന്നെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കുന്നതിനെ എതിർക്കാൻ EDക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തുനിഞ്ഞെങ്കിലും കോടതി അനുവദിച്ചില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി ജാമ്യം അനുവദിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു തുഷാർ മേത്തയുടെ വാദം. എന്നാൽ ഇത് തള്ളിയ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയെ സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ പരിഗണിക്കാനാകില്ലെന്നാണ് വാദം കേൾക്കുന്നതിനിടെ കോടതി നിരീക്ഷിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതല നിർവഹിക്കരുത് എന്ന ഉപാധിയോടെ ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം വിധിയുണ്ടാകുമെന്ന് കരുതിയെങ്കിലും വാദം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലമാണെന്നതുകൊണ്ട് മാത്രമാണ് ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന കാര്യം കോടതി പരിഗണിച്ചത്. മറ്റു കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ അസാധാരണ കേസാണിതെന്നും വാദത്തിനിടെ ബെഞ്ച് നിരീക്ഷിച്ചു. മെയ് 25-നാണ് ഡൽഹി വോട്ടെടുപ്പ്. അതിനിടെ അരവിന്ദ് കേജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി മെയ് 20 വരെ ഡൽഹി റൌസ് അവന്യൂ കോടതി നീട്ടിയിരുന്നു. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് 3 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തതിൽ കാനഡയ്ക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ഇന്ത്യ. വിഷയത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും കാനഡ രാഷ്ട്രീയാഭയം നൽകുന്നുണ്ടെന്നും ഇന്ത്യ ആരോപിച്ചു. അറസ്റ്റിന്റെ വിവരങ്ങൾ കാനഡ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് നയതന്ത്ര തലത്തിലല്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അറസ്റ്റിലായവർക്ക് അഭിഭാഷക സഹായം അനുവദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചില രാജ്യങ്ങളിൽ അറസ്റ്റിലായ വ്യക്തിയോ ആളുകളോ പ്രത്യേകം ആവശ്യപ്പെടുന്നതുവരെ ഇത് അനുവദിക്കില്ലെന്ന് ജയ്സ്വാൾ വ്യക്തമാക്കി. കരൺപ്രീത് സിംഗ്, കമൽപ്രീത് സിംഗ്, കരൺ ബ്രാർ എന്നിവരെയാണ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തത്. നിജ്ജാറിനെ വെടിവെച്ചയാൾ, ഡ്രൈവർ, നിജ്ജാറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചയാൾ എന്നിവരാണ് അറസ്റ്റിലായതെന്ന് കാനഡയിലെ CCTV ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു.
കാനഡയിൽ നടന്ന മറ്റു 3 കൊലപാതകങ്ങൾക്ക് പ്രതികളുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് സെപ്റ്റംബർ 18 കനേഡിയൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. ഇതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. കഴിഞ്ഞ ജൂൺ 18 കാനഡയിൽ വെച്ച് നിജ്ജാറിനെ വെടിവെച്ചു കൊന്നത്. കാനഡ US അതിർത്തിയിലെ സറേയിൽ സിഖ് ഗുരുദ്വാരയ്ക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ കാനഡയിലെ തലവനായ നിജ്ജാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്ക് വെടിയേറ്റിരുന്നു. ഇന്ത്യ 10 ലക്ഷം രൂപ വിലയിടുകയും പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഭീകരനാണ് നിജ്ജാർ. റഫേലെ ഇസ്രായേൽ ആക്രമണത്തിൽ സഖ്യരാഷ്ട്രമായ US കടുത്ത അതൃപ്തി പരസ്യമാക്കി. റഫേലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേലിന് ആയുധം നൽകിയില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ബോംബുകൾ നൽകുന്നത് നിർത്തിവച്ചതിനു പിന്നാലെയാണ് ആയുധ സഹായം കാര്യമായ വെട്ടിക്കുറയ്ക്കാൻ US ആലോചിക്കുന്നത്. ഉഗ്രശേഷിയുള്ള ബോംബുകളും ഷെല്ലുകളും അടക്കം US നൽകിയ ആയുധങ്ങൾ കൂടി ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഗാസയുടെ വടക്ക് മധ്യമേഖലകളിൽ ആയിരക്കണക്കിന് പാലസ്തീൻകാരുടെ ജീവനെടുത്തത്. സൈനിക നടപടി റഫേലിലേക്ക് നീട്ടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയാൽ അതിനുള്ള വെടിക്കോപ്പുകൾ US നൽകില്ലെന്നാണ് CNN ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ അറിയിച്ചത്. ഗാസ യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന US പ്രസിഡന്റ് ഇതാദ്യമായാണ് പരസ്യമായി അതൃപ്തി അറിയിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ നിലപാട് മാറ്റം. അതേസമയം വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ പ്രതിരോധ കവചത്തിനു വേണ്ട ആയുധ സഹായം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കിയുള്ള കയ്യൊഴിയിലല്ല, മറിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാതെ പിന്മാറുകയാണ് US ചെയ്യുന്നത്. ഇതേസമയം US നിന്നുള്ള ആയുധങ്ങൾ മുടങ്ങുന്നത് ഹമാസിനെ തകർക്കാനുള്ള ദൗത്യത്തെ സാരമായി ബാധിക്കുമെന്നും UN-ലെ ഇസ്രായേൽ അംബാസഡർ ഗിലാദ് എർദഗാൻ പറഞ്ഞു. തെക്കൻ ഗാസയിൽ ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന പട്ടണമായ റഫേൽ അതിർത്തി കവാടം ഇസ്രായേൽ സൈന്യം പിടിച്ചതോടെ ജനം മധ്യ ഗാസയിലേക്ക് പലായനം തുടരുകയാണ്. ഇതുവരെ 8000-ഓളം പാലസ്തീൻകാർ റഫ വിട്ടു. തെക്കൻ ഗാസയിലെ 3 ആശുപത്രികളിൽ ഒരെണ്ണം ഇന്ധനക്ഷാമം മൂലം പൂട്ടിയതായി ആരോഗ്യ സംഘടന അറിയിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ കാലം ചെയ്ത ഡോക്ടർ അത്തനേഷ്യസ് യോഹാന്റെ ഭൗതികദേഹം സഭാസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിലെ സെന്റ് തോമസ് നഗറിൽ കബറടക്കും. തീയതി പിന്നീട് തീരുമാനിക്കും. ഇന്നലെ രാത്രി സഭാസ്ഥാനത്ത് ചേർന്ന പ്രത്യേക യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഡോക്ടർ അത്തനേഷ്യസിന്റെ മൃതദേഹം US-ലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 8 മുതൽ 10 വരെ ഉള്ള ദിവസങ്ങൾക്കുള്ളിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കുമെന്ന് സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളി അറിയിച്ചു. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഹൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണെന്ന് സഭ അധികൃതർ വ്യക്തമാക്കി. പുതിയ മെത്രാപ്പൊലിത്തയെ തിരഞ്ഞെടുക്കുന്നതുവരെ സഭാ ചുമതലകൾ ബിഷപ്പുമാരുടെ 9-അംഗ സമിതിക്കായിരിക്കും. ചെന്നൈ അതിഭദ്രാസനത്തിന്റെ ചുമതലയുള്ള ഡോക്ടർ സാമുവൽ തെയോഫിലോസിന്റെ അധ്യക്ഷതയിലുള്ള സമിതി സംസ്കാര ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകും. ചൊവ്വാഴ്ച US-ലെ ഡാലസിൽ ഉണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മെത്രാപ്പൊലിത്ത ഡാലസ് സിറ്റിയിലെ മെത്തഡിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. ഡാലസിലെ സിൽവർ സിൻഡിൽ പ്രഭാത സവാരിക്കിടെയാണ് വാഹനമിടിച്ച് മെത്രാപ്പൊലിത്തയുടെ നെഞ്ചിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റത്. ആന്തരാവയവങ്ങളിലുണ്ടായ രക്തസ്രാവം നിലയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തി. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ടെങ്കിലും ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി 7 മണിയോടെ മരിച്ചു. പ്രശസ്ത ആത്മീയ പ്രസംഗകനായിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2003 ബിലീവേഴ്സ് ചർച്ച് സ്വതന്ത്ര സഭയായി പ്രവർത്തനം ആരംഭിക്കുന്നത്. സഭയുടെ സ്ഥാപക ബിഷപ്പായി അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി അദാനിയെയും അംബാനിയെയും ആക്രമിക്കുന്നത് നിർത്തിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് പിന്നാലെ മോദി അദാനി ബന്ധം വീണ്ടും ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി അധികാരത്തിൽ വന്ന് 10 വർഷത്തിനിടെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, പ്രതിരോധ കരാറുകൾ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ അദാനിക്ക് നൽകിയെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. ഇന്ത്യ സഖ്യം തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്ത ഓഗസ്റ്റ് 15-നുള്ളിൽ 30 ലക്ഷം ഒഴിവുകൾ നികത്തുമെന്നും രാഹുൽ പറഞ്ഞു. തെലങ്കാനയിലെ മെഡക് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് മോദി അദാനി ബന്ധത്തെ രാഹുൽ വിമർശിച്ചത്. രാജ്യത്ത് 20-22 പേർക്ക് വേണ്ടി മാത്രമാണ് പ്രധാനമന്ത്രി പ്രവർത്തിച്ചതെന്നും അവരെ ശതകോടീശ്വരന്മാരാക്കിയെന്നും രാഹുൽ ആരോപിച്ചു. രാഷ്ട്രീയം മുഴുവൻ 20-25 ആളുകൾക്ക് വേണ്ടിയാകണമെന്നാണ് മോദി ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ആരോപിച്ചു. 10 വർഷക്കാലം നരേന്ദ്രമോദി രാജ്യത്തെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രതിരോധ വ്യവസായം തുടങ്ങി എല്ലാം അദാനിക്ക് നൽകി. കോടിക്കണക്കിന് യുവാക്കളെ തൊഴിൽ രഹിതരാക്കി. അദാനിക്ക് വേണ്ടി നോട്ട് നിരോധനവും GSTയും നടപ്പാക്കിയെന്നും രാഹുൽ ആരോപിച്ചു.
ജൂൺ 4-ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇന്ത്യ സഖ്യം സർക്കാർ രൂപവൽക്കരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രാഹുൽ ഓഗസ്റ്റ് 15-നകം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള 30 ലക്ഷം തൊഴിൽ ഒഴിവുകൾ നികത്താനുള്ള നടപടികൾ പുതിയ സർക്കാർ ആരംഭിക്കുമെന്ന് വാഗ്ദാനം നൽകി. സംവരണം നിർത്തലാക്കുന്നതിനായി മോദി നിരവധി സർക്കാർ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. BJP സംവരണം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസ് സംവരണം 50%-ലധികം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തുടനീളം ജാതി സെൻസസ് നടത്തുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചു. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ 5 ഇന്ത്യക്കാരടക്കം 7 ജീവനക്കാരെ കൂടി മോചിപ്പിച്ചു. ഇറാനിലെ ഇന്ത്യൻ എംബസി മോചനം സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച വൈകിട്ടോടെ ഇവർ ഇറാനിൽ നിന്നും പുറപ്പെട്ടുവെന്നാണ് വിവരം. എന്നാൽ 5 പേരുടെ പേരുവിവരം ഇറാനോ ഇന്ത്യൻ എംബസിയോ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യക്കാർക്ക് പുറമെ ഓരോ ഫിലിപ്പീൻസ്, എസ്തോണിയ സ്വദേശികളെയാണ് മോചിപ്പിച്ചത്. MSC ഏരീസ് എന്ന കപ്പലിലുണ്ടായിരുന്ന 25 ജീവനക്കാരിൽ 17 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ 4 പേർ മലയാളികളാണ്. കപ്പലിലെ ഏക വനിതാ ജീവനക്കാരിയായ തൃശൂർ സ്വദേശി ഡെക്ക് കേഡറ്റ് ആൻറ്റസ ജോസഫിനെ നേരത്തെ വിട്ടയച്ചിരുന്നു. മറ്റുള്ളവരെ വിട്ടയക്കുന്നതിൽ ഇറാന് എതിർപ്പുണ്ടായിരുന്നില്ല. എന്നാൽ MSC ഏരീസുമായിട്ടുള്ള കരാർ സംബന്ധമായ കാര്യങ്ങൾ പരിഗണിച്ചാവും ഇവർക്കുള്ള മോചനമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 5 പേരെ ഇപ്പോൾ മോചിപ്പിച്ചത്. ബാക്കിയുള്ളവരെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതിനായുള്ള ചർച്ചകൾ നയതന്ത്ര തലത്തിൽ തുടരുകയാണ്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് കേരളശ്ശേരി സ്വദേശി സുമേഷ്, മാനന്തവാടി കാട്ടിക്കുളം സ്വദേശി PV ധനേഷ് എന്നിവരാണ് കപ്പലിലെ മറ്റു മലയാളികൾ. ഏപ്രിൽ 13-ന് പുലർച്ചെ 2 മണിയോടെയാണ് ഒമാൻ ഉൾക്കടലിനു സമീപം ഹോർമൂസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. ഇസ്രായേൽ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള സോഡിയാക് മാരിടൈം കമ്പനിയുടേതാണ് കപ്പൽ. ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ MSC ആണ് കപ്പലിന്റെ നടത്തിപ്പ്. കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പാക് പരാമർശം വിവാദമാക്കി BJP. മണിശങ്കർ അയ്യർ പാകിസ്ഥാനിൽ പോകണമെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നായപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരിഭ്രാന്തിയിലാണ്. ലോകത്തെ മികച്ച പ്രതിരോധ സംവിധാനമുള്ള ഇന്ത്യയിൽ വിശ്വാസമില്ലാത്തവർ ഇവിടെ തുടരരുത്. പാകിസ്ഥാനിലേക്ക് പോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുടെ ഹൃദയം പാകിസ്ഥാനൊപ്പമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിൽ താമസിക്കുകയും ഹൃദയം പാകിസ്ഥാനൊപ്പവുമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. പാകിസ്ഥാന്റെ പരമാധികാരത്തെ ബഹുമാനിച്ചാൽ പാകിസ്ഥാനും സമാധാനപരമായി നിൽക്കും. പ്രകോപിപ്പിച്ചാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കാത്ത ഭ്രാന്ത് പാകിസ്ഥാനുണ്ടെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞതാണ് വിവാദത്തിന് കാരണം. വിശ്വഗുരുവാകണമെങ്കിൽ പാകിസ്ഥാനുമായി എത്ര ഗുരുതര പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കണമെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന് അണുബോംബുകളുണ്ട്. എന്നാൽ ലാഹോറിൽ ബോംബിടാൻ തീരുമാനിച്ചാൽ അതിൻ്റെ വികിരണം അമൃത്സറിൽ എത്താൻ 8 സെക്കൻഡ് പോലും വേണ്ടിവരില്ലെന്നും നാം അവരെ ബഹുമാനിക്കുകയാണെങ്കിൽ അവർ സമാധാനപരമായി നിലകൊള്ളുമെന്നും അദ്ദേഹം വിവാദ പ്രസംഗത്തിൽ പ്രസ്താവിച്ചിരുന്നു. കോൺഗ്രസിന്റെ പാക് പ്രണയം അവസാനിക്കില്ലെന്നായിരുന്നു മണിശങ്കർ അയ്യരുടെ പരാമർശത്തിൽ BJPയുടെ വിമർശനം. മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ മണിശങ്കർ അയ്യർ പറഞ്ഞ ചായ്വാല നീച്ച് ആത്മി പരാമർശങ്ങളും BJP ആയുധമാക്കിയിരുന്നു. ഒരു വിഭാഗം ക്യാബിൻ ക്രൂ അപ്രതീക്ഷിതമായി പണിമുടക്കിയതിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കുന്നത് ഇന്നും തുടരുന്നു. കണ്ണൂരിൽ നിന്നുള്ള 5 വിമാനങ്ങളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 2 സർവീസുകളുമാണ് റദ്ദാക്കിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് രാവിലെ പുറപ്പെടേണ്ടതായിരുന്ന എല്ലാ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് ദുബായ്, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഉൾപ്പെടെയാണ് റദ്ദാക്കിയത്. 6 വിമാനങ്ങളാണ് ഇതുവരെ റദ്ദാക്കിയത്. ബാക്കിയുള്ള വിമാനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ അറിയിപ്പ് ലഭിച്ചില്ലെന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ഷാർജ, ദമാം, ദുബായ്, റിയാദ്, അബുദാബി വിമാനങ്ങൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ദമാം, മസ്കറ്റ് വിമാനങ്ങളും റദ്ദാക്കി. അതേസമയം രോഗാവധിയെടുത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങി. ജീവനക്കാരെല്ലാം തിരിച്ചെത്തിയാലും വിമാന സർവീസുകളെല്ലാം പൂർണ്ണമായി സാധാരണ നിലയിലാകാൻ തിങ്കളാഴ്ചയാകുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ഇന്നലെ കരിപ്പൂരിൽ നിന്നുള്ള 6 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ചൊവ്വാഴ്ച രാത്രി മുതലാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കാൻ തുടങ്ങിയത്. ഇതുവരെ 2000-ലധികം പേരുടെ യാത്ര മുടങ്ങിയതായാണ് വിവരം. ഉംറ തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര കഴിഞ്ഞ ദിവസം മുടങ്ങി. ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും വിമാന സർവീസുകൾ പുനരാരംഭിക്കാനായില്ല. ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് കരിപ്പൂരിൽ നിന്നും കൂടുതൽ യാത്രക്കാർ പോകുന്നത്. വിമാനം മുടങ്ങിയതോടെ വിമാന ടിക്കറ്റ് നിരക്ക് 10,000 രൂപയിലധികമാണ് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമെന്ന് KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ.
മേഖല കേന്ദ്രീകരിച്ചുള്ള നിയന്ത്രണം ഫലം കണ്ടു തുടങ്ങിയെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്നും KSEB അറിയിച്ചു. ഇനി പ്രതിസന്ധിയുള്ള മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും നിയന്ത്രണം തുടരുക. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും വേനൽമഴ ലഭിച്ചതോടെ വൈദ്യുതിയുടെ ആവശ്യകത കുറഞ്ഞു. ബുധനാഴ്ച ആകെ ഉപയോഗിച്ചത് 5251 മെഗാവാട്ട് വൈദ്യുതിയാണ്. ഇത് ചൊവ്വാഴ്ച ഉപയോഗിച്ചതിനേക്കാൾ 493 മെഗാവാട്ട് കുറവാണ്. ഇതാണ് വൈദ്യുതി വിതരണ സംവിധാനത്തിൽ ഉണ്ടാക്കിയ സമ്മർദ്ദം കുറച്ചത്. വേനൽമഴ തുടർന്നാൽ ഇനിയും വൈദ്യുതിയുടെ ആവശ്യകത കുറയുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ചേർന്ന അവലോകന യോഗത്തിലാണ് വൈദ്യുതി പ്രതിസന്ധി കുറഞ്ഞതായി വിലയിരുത്തിയത്. തുടർ ദിവസങ്ങളിലും വൈദ്യുതി ഉപഭോഗം നിരീക്ഷിക്കുമെന്നും അതനുസരിച്ചായിരിക്കും നിയന്ത്രണം കൊണ്ടുവരികയെന്നും KSEB വ്യക്തമാക്കി. അമിത ലോഡ് കാരണം പലയിടത്തും ട്രാൻസ്ഫോമറുകൾ കേടുപാടുകൾ സംഭവിക്കും. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.